ചെറിയ ചെറിയ കുഴികൾ കണ്ട. അപ്പം ആ മീനുകൾ അതിനു വേണ്ടി കുഴി കുഴിച്ചിട്ടേക്കുവാണ്. ആ മീൻ അതിനകത്ത് തന്നെ നിൽക്കും, വേറൊരു മീനെ അതിനകത്ത് കയറ്റത്തില്ല കേട്ടോ. അതിൻ്റെ വീടാണ് അത്. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അയൺ ഗാർസിസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യങ്ങളും പിന്നെ നല്ല പച്ചപ്പും. പിന്നെ ഇവിടെ വന്നപ്പോൾ പ്രത്യേകത കണ്ടെന്താ അറിയാമോ? ഇഷ്ടം പോലെ തവള. ഇങ്ങോട്ട് വന്നേ. ഇഷ്ടം പോലെ തവളയുണ്ട് ഗൈസ്, നോക്കിയേ. പിന്നെ എല്ലാം നല്ല പച്ചപ്പാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാം കാഴ്ച കാണുന്ന തിരക്കിലാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഗുഹയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങനെ കയറിയിട്ട് നമുക്ക് തോന്നുന്നു ആ ഭാഗത്ത് പോയി ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ളിൽ കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ കയറി ഇറങ്ങാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ എങ്ങനെ ഇടിഞ്ഞ് വീഴാൻ നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ വീഴില്ല കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാനൊക്കെ ഉണ്ട്. പക്ഷേ ഇതല്ലായിരുന്നു ഇവിടുത്തെ ഭംഗി. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം മൊത്തം വെള്ളമായിരുന്നു കേട്ടോ. നല്ല താഴ്ചയായിരുന്നു. ഇത് ഫുള്ള് മണ്ണടിച്ച് നികത്തി കളഞ്ഞവർ. കാരണം ഇങ്ങനെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. ഇതിൻ്റെ മുകളിൽ നിന്നെല്ലാം ആൾക്കാർ ചാടുമായിരുന്നു. അങ്ങനെ ചാടുന്നതൊക്കെ പ്രശ്നമായപ്പോഴത്തേന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അധികം സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അത് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോകും, ട്രാഫിക്ക് ഭയങ്കരമാവും. പിന്നെ നമുക്ക് അടുത്തടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഏത് സമയം മഴ പെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ച കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അയൺ റസാത്ത് എന്ന് പറയും കേട്ടോ. അപ്പം നമ്മളിവിടുത്തെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അയൺ റസാത്ത്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെയാണോ എന്തോന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി കാണാം. അപ്പോൾ അപ്പം നമ്മൾ രണ്ടാമത് വന്നേക്കുന്നത് അയൺ റസാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടും വെള്ളച്ചാട്ടമൊന്നുമില്ല, ഒരു അരുവി കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അങ്ങോട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ അരുവി ഇങ്ങനെ താഴേക്ക് പോകും. അവിടെ നമുക്ക് മുകളിലേക്ക് കയറിപ്പോൻ പറ്റും. ഇവിടെ നിറയെ മീനുകളാണ് കേട്ടോ. ഇഷ്ടം പോലും മീനുകളുണ്ട്. നോക്കിയേ, അതായത് നല്ല ക്ലിയർ വെള്ളമാണ്. കാണാനെ കൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നോക്കിയേ, എല്ലാം കൊണ്ടും നല്ല ഗ്രീനറി, അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ഒമാൻ്റെ പ്രദേശത്ത് സലാല എന്ന് പറയുന്നത് നമ്മുടെ കേരളം പോലെ തന്നെ അതിമനോഹരമായ ഒരു സ്ഥലം. ഓക്കെ, അപ്പം നമ്മുടെ ഒമാനൊക്കെ നല്ല ചുട്ടു പൊള്ളുമ്പോൾ, അല്ലെങ്കിൽ GCC ഫുള്ള് ചുട്ടു പൊള്ളുമ്പോൾ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. നല്ല കോട. ഇപ്പം ഇവിടെ കോടയില്ല. മലമുകളിലേക്ക് പോയി കഴിയുമ്പോൾ നല്ല കോട കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെക്കാണ്. ഉച്ച സമയത്തൊക്കെ നല്ല കോട വരും. ഇപ്പം ഇച്ചിരി കോട മാറി നിൽക്കുന്നത്. കോടയാണെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. എനിവേ, നമുക്കിത് ഗ്രീനറി എല്ലാം നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ സലാലെ വന്നപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളോടുള്ളത് നമ്മുടെ പ്രിയ സുഹൃത്ത് വിനുവിൻ്റെ വൈഫ് ഷിറിന്, നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തി മോനെന്തി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് അല്ല ഇവരാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നത്തെ ദിവസം നമ്മളോട് ഉണ്ടാവും.
നാളെ പിന്നെ നമ്മൾ കുറേ ദൂരേക്ക് പോകുമ്പോൾ അവർക്ക് ഡ്യൂട്ടി കാര്യങ്ങളുണ്ടായിട്ട് അവർ കാണത്തില്ല. എനിവേ ഇന്ന് നമ്മളിവിടെല്ലാം കൊണ്ട് കാണിക്കുന്ന ഇവരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് കുതിരസവാരിയൊക്കെ നടത്താൻ വേണ്ടി കുറേ കുതിരകളെയൊക്കെ നിർത്തുന്നത്. അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ, കുതിരയും ഓട്ടവും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഇതിനകത്ത് വെള്ളം വരുന്നത് ഇതാ കണ്ടില്ലേ, ആ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഉറവ് വരുന്നുണ്ടോ, അങ്ങനെ ഇടയ്ക്കുന്ന് മലയുടെ അടിവാരത്തുനിന്ന് ഇങ്ങനെ ഇടയ്ക്കുന്നെല്ലാം ഇങ്ങനെ ഉറവ് വന്നിട്ടാണ് ഇങ്ങനെ വെള്ളം പോകുന്നത്. മുകളിൽ നിന്ന് ചാടുന്നതല്ല, അടിയിൽ നിന്ന് ഇങ്ങനെ നല്ല ഉറവ് വരുമേ. അങ്ങനെ ഇതിൻ്റെ ചുറ്റിയുണ്ട്, അതാണ് മെയിനായിട്ട്. ഇതിനകത്ത് നിറയെ മീനുകളാണ് കേട്ടോ. നോക്കിയേ, ഇഷ്ടം പോലെ മീനുകൾ. നോക്കി, അടിപൊളിയാണ് വെള്ളം. നിറയെ മീനുകളാണ്, മീനുകൾ ഇഷ്ടംപോലെ കിടക്കുകയാണ്. ഇത് കല്ലിൻ്റെ കളറായിട്ട് നമുക്ക് അധികം കാണത്തില്ല. ഓക്കെ, നിറയെ ഇഷ്ടം പോലെ മീനുകളാണ്. ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ തിരക്ക് ദിവസങ്ങളിൽ ഇവിടെ കുളിപ്പിക്കത്തില്ലെന്നാണ് വിശ്വാസം. ബാക്കിയുള്ള സമയങ്ങളിൽ ഓഫ് സീസണിലൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ലതായിട്ട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ടില്ലേ, അങ്ങനെ അതിനിടയ്ക്കൊന്നെല്ലാം ഉറവുകൾ വരുന്നുണ്ട്. മലമുകളിൽ നിന്ന് മഴ പെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ മുകളിലെല്ലാം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഉറവയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലേക്ക് വരുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് കേട്ടോ. അപ്പം നല്ലതായിട്ട് മീനെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, വലിയ മീനുകൾ കണ്ട കിടക്കുന്നേ. നോക്കിയേ, കണ്ടാ. അപ്പോൾ ഇതുപോലെയുള്ള ഇഷ്ടം പോലെ മീനുകൾ ഈ വാതി നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മണ്ണിൻ്റെ കല്ലിൻ്റെ കളർ ഏകദേശം ഈ മീനിൻ്റെ കളർ തന്നെ ആയതുകൊണ്ടാണ് നമുക്ക് ചൊവ്വിന് കാണാത്തത്. ഇതാ വരുന്ന അടിപൊളി ഒരു വലിയ മീൻ കണ്ട. ഇതാ കണ്ട. പിന്നെ ഇവിടുന്ന് നമുക്ക് ആ കാണുന്ന ആ ബ്രിഡ്ജ് പോലെ കിട്ടിയിട്ടില്ല, അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കയറി അങ്ങനൊരു കേവ് ഉണ്ട്, അതായത് ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്തൂടെ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. കുറച്ച് ഒരു ചെറിയ ഗുഹ അത്രയേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മുകളിലേക്ക് പോകാൻ പറ്റും. കുറച്ച് റിസ്ക്കാണ് അങ്ങനെ പോകാനെ കൊണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടോ, ഇതിനകത്തെല്ലാം കണ്ടോ ചെറിയ ചെറിയ കുഴികൾ കണ്ട. അപ്പം ആ മീനുകൾ അതിനു വേണ്ടി കുഴി കുഴിച്ചിട്ടേക്കുവാണ്. ആ മീൻ അതിനകത്ത് തന്നെ നിൽക്കും, വേറൊരു മീനെ അതിനകത്ത് കയറ്റത്തില്ല കേട്ടോ. അതിൻ്റെ വീടാണ് അത്. ഓക്കെ, അങ്ങനെ കുഴി കുഴിച്ചിട്ടേക്കാണ്. അതാണ് ഒരു പ്രത്യേകത ഇവിടുത്തെ. ഓക്കെ, ഇത് നിറയെ മീനുകളാണ്. ഇത് കുറച്ച് സൈഡിൽ കൂടി ഇങ്ങനെ അവിടെ അടച്ചു നിർത്തിയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെള്ളം കയറ്റി ഇതിലേക്കൂടെ ഇങ്ങനെ വിടും, താഴേക്ക് വിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നോക്കൂ, എന്തോ ഒരു മീനുകളാണെന്ന് നോക്കി. തീറ്റിയിട്ട് കൊടുത്തപ്പോഴത്തേനും വന്നേക്കുന്നുണ്ടാ നിറയെ മീനുകൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോകുന്നില്ല കേട്ടോ. പിള്ളേരുണ്ടായതുകൊണ്ട് നമുക്ക് പോകാൻ കുറച്ച് പേടിയാണ്, കാരണം അവർ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഇനിയൊന്നുമില്ല, അവിടെ വരെ കയറി പോകാമെന്നുള്ളതേ ഉള്ളൂ. ഇവിടുത്തെ വെള്ളമാണ് ഏറ്റവും അടിപൊളി കേട്ടോ. എന്താ രസമുള്ള വെള്ളമാണ് നോക്കിയേ, അടിപൊളിയല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാഴ്ചയും ഞങ്ങൾ അവസാനിച്ചിട്ടില്ല, ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇങ്ങനെ കാണാനാണെങ്കിൽ ഇങ്ങനെ അവിടെ എല്ലാം പോയി കാണാൻ പറ്റും. നമ്മുടെ സമയപരിമിതി കാരണം ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് ഫാമൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എനിവേ ഇതാണ് ചെറിയൊരു ഗാർഡനൊക്കെ അപ്പുറത്തുണ്ട്. അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്ന 4 ദിവസത്തെ പ്രോഗ്രാമാണല്ലോ നമ്മുടെ, അതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണം. അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നതിന് പേര് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് അയൺ റിസോർട്ട് എന്നാണ്. അപ്പോൾ 2 സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ, കണ്ടാലും മതി തീരത്തില്ല. അതെ, ഞങ്ങൾ നാട്ടിൽ ചെന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ, അടിപൊളിയാണ്. സലാല ഒന്ന് കാണാനുണ്ട് തന്നെ. നമ്മളൊരു 10 വർഷം ഒമാനിലായിട്ട് പോലും ഇപ്പോഴാണ് വരാനൊരു സാഹചര്യം ഒത്തത്, നമുക്ക് ഒത്തിരി ദൂരെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും നമസ്കാരം. ഓന്നിയൂർ മനു.
ഫ്ലെക്സി ക്യാമറയ്ക്ക് പിന്നിൽ അതിനെ ബാക്കിയുള്ളവരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ബൈ.